നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശം, സമത്വം, ശാക്തീകരണം എന്ന വിഷയത്തിലാണ് ഇത്തവണ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കപ്പെടുന്നത്. ശാശ്വതമായ മാറ്റത്തിനുള്ള ഉത്തേജകമായി അടുത്ത തലമുറയെ, പ്രത്യേകിച്ച് യുവതികളെയും കൗമാരക്കാരായ പെൺകുട്ടികളെയും ശാക്തീകരിക്കുക എന്നതാണ് ഈ ദർശനത്തിൻ്റെ കേന്ദ്രബിന്ദു. നഷ്ടത്തിലായ പൊതുമേഖലയെ സംരക്ഷിക്കാൻ മാർഗങ്ങൾ തേടി CPM സംസ്ഥാന സമ്മേളനം. സംസ്ഥാനത്തെ നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കരകയറ്റുന്നതിനായി താൽപ്പര്യമുള്ളവരുമായി ഉപാധികളോടെ ധാരണയുണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നത്. നവകേരളത്തിനായി പുതുവഴികൾ തേടുന്ന സംസ്ഥാന സമ്മേളന രേഖയിൽ പൊതുമേഖലയെ സംരക്ഷിക്കാൻ സ്വകാര്യ പങ്കാളിത്തം ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ തേടാനാണ് ആലോചിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നതിനെതിരെ ശക്തമായ നിലപാടാണ് പ്രമേയത്തിലൂടെ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത്. CPM സംസ്ഥാന സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ MV ഗോവിന്ദന് വിമർശനമെന്ന് റിപ്പോർട്ടുകൾ. പദവികളെല്ലാം കണ്ണൂർക്കാർക്ക് വീതം വെക്കുന്നുവെന്ന രൂക്ഷ വിമർശനമാണ് MV ഗോവിന്ദനെതിരെ ഉയർന്നത്. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിരോധിക്കാൻ പോലും ആളില്ലാത്ത മുഖ്യമന്ത്രി ഒറ്റപ്പെടുകയാണെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. മന്ത്രിമാരുടെ പ്രവർത്തനത്തിൽ, പ്രത്യേകിച്ച് ഘടകകക്ഷി മന്ത്രിമാരുടെ കാര്യത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾക്ക് അത്ര മതിപ്പില്ലെന്നാണ് റിപ്പോർട്ടുകൾ. കേരളം ബംഗാളാക്കരുതെന്ന മുന്നറിയിപ്പ് അടക്കമുള്ള സമ്മേളന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. ആശാ വർക്കർമാരുടെ സമരത്തിൽ ആരോഗ്യമന്ത്രിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് CPM സമ്മേളനത്തിൽ വിമർശനം. സമരക്കാരുടെ ആവശ്യങ്ങളിൽ നേരത്തെ ചർച്ച നടന്നിട്ടും വേണ്ടത് ചെയ്തില്ലെന്നും സമരത്തിലേക്ക് തള്ളിവിട്ട നടപടി മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണെന്നും പൊതുചർച്ചയിൽ വിമർശനം ഉയർന്നു. PSC അംഗങ്ങളുടെ ശമ്പളം പരിഷ്കരിക്കുന്നതിൽ അനാവശ്യ തിടുക്കമുണ്ടായെന്നും ഇത് ആശാവർക്കർമാരുടെ സമരത്തിനിടയ്ക്ക് എരിതീയിൽ എണ്ണ ഒഴിക്കും പോലെ ആയെന്നും വിമർശനം ഉണ്ടായി. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CPM പത്തനംതിട്ട, കണ്ണൂർ ജില്ലാ സെക്രട്ടറിമാർക്കെതിരെ സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം. ജില്ലാ സെക്രട്ടറിമാർ പ്രത്യേകം അഭിപ്രായം പറയുന്നുവെന്നും ഈ സ്ഥിതി ഒഴിവാക്കണമായിരുന്നുവെന്നും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ മാധ്യമങ്ങൾക്ക് വേട്ടയാടാൻ ഇട്ടുകൊടുത്തിരുന്നുവെന്നുമാണ് വിമർശനം. കേരളത്തിലെ തദ്ദേശ വാർഡ് വിഭജനത്തിൽ ഇടപെട്ട് സുപ്രീം കോടതി. തദ്ദേശ വാർഡ് വിഭജനം നടന്നത് വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത് ഏകപക്ഷീയമായ നടപടിയെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം ശരിവെച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീൽ പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. മുസ്ലിം ലീഗ്, കോൺഗ്രസ് നേതാക്കളാണ് അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. തുടർഭരണം ലക്ഷ്യമിട്ട് വൻതോതിൽ സ്വകാര്യ നിക്ഷേപം എത്തിക്കാനുള്ള വമ്പൻ മാറ്റങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖയിലുള്ളത്. വരുമാന വർധനവിന് അനുസരിച്ച് ആളുകളെ തരംതിരിച്ച് എല്ലാറ്റിനും ഫീസ് ഏർപ്പെടുത്തണമെന്നും സെസ് ഈടാക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളും നയരേഖയിലുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ നിക്ഷേപം, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ PPP മാതൃകയടക്കം പ്രകടമായ നയമാറ്റത്തിനാണ് രേഖ നിർദ്ദേശിക്കുന്നത്. CPM സംസ്ഥാന സമ്മേളനത്തിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PA മുഹമ്മദ് റിയാസിന് പ്രശംസ. മന്ത്രി എന്ന നിലയിൽ റിയാസിൻ്റേത് മികച്ച പ്രകടനമാണെന്നും മാധ്യമവേട്ടയുടെ ഇരയാണ് അദ്ദേഹമെന്നും ദൈനംദിന രാഷ്ട്രീയ സംഭവങ്ങളിൽ സജീവമായതുകൊണ്ടാണ് റിയാസിനെ മാധ്യമങ്ങൾ ആക്രമിക്കുന്നതെന്നുമാണ് വിമർശനം. എന്നാൽ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ ചുമതല വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജിനെ വിമർശിക്കുന്നുണ്ട്. ഇദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അവൈലബിൾ യോഗങ്ങളിൽ കൂടുതലായി പങ്കെടുക്കാൻ ശ്രമിക്കണമെന്നാണ് വിമർശനം. കൊല്ലം നഗരത്തിൽ കൊടിയും ഫ്ലക്സും സ്ഥാപിച്ച CPM 3.5 ലക്ഷം രൂപ പിഴ അടക്കണമെന്ന് ജില്ലാ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് നൽകി. CPM സംസ്ഥാന സമ്മേളനത്തിനായി 20 ഫ്ലക്സ് ബോർഡുകളും 2500 കൊടിയും കെട്ടിയതിനാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ കാഴ്ച മറക്കാതെയും ഗതാഗത തടസ്സമില്ലാതെയും നടപ്പാത കയ്യാറാതെയും ഫ്ലക്സ് ബോർഡുകളും കോടിയും സ്ഥാപിച്ചെന്നാണ് CPM നേതൃത്വത്തിൻ്റെ വിശദീകരണം. CPM സംസ്ഥാന സമ്മേളനം പോലെ ഇത്ര വലിയ സമ്മേളനം നടത്താൻ കോൺഗ്രസിന് പറ്റുമോ എന്ന ചോദ്യത്തിന് മറുചോദ്യവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. സംസ്ഥാന സെക്രട്ടറിയോ ദേശീയ സെക്രട്ടറിയായോ വനിതയെയോ പട്ടികജാതിക്കാരനെയോ വെക്കാൻ CPM തയ്യാറുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. പട്ടികജാതിക്കാർക്ക് പ്രവേശനമില്ലാത്ത സ്ഥാനമാണ് CPM ദേശീയ സെക്രട്ടറി സ്ഥാനവും RSS സർസംഘചാലക് സ്ഥാനവുമെന്നും അദ്ദേഹം പരിഹസിച്ചു.
ആഴക്കടൽ മണൽ ഖനനത്തിനെതിരായ കേരള നിയമസഭയിലെ പ്രമേയം ഇരട്ടത്താപ്പെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. ഖനനത്തെ എതിർക്കുന്നത് കേരള തീരത്തെ കരിമണൽ ഖനനം മറച്ചുവെക്കാനാണെന്നും കേരള തീരത്ത് വർഷങ്ങളായി കരിമണൽ ഖനനം നടക്കുന്നുണ്ടെന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഒത്താശയോടെയാണിതെന്നും തീരദേശ ജനയെ ഇടത് വലത് മുന്നണികൾ വഞ്ചിക്കുകയാണെന്നും ഷോൺ കുറ്റപ്പെടുത്തി. താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളുമായി ഇന്നലെ തന്നെ മുംബൈയിൽ നിന്ന് മടങ്ങുമെന്ന് പോലീസ്. വൈകുന്നേരം 5:30 ട്രെയിൻ മാർഗം പൂനെയിൽ നിന്ന് മടങ്ങുമെന്ന് പോലീസ് അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ തിരൂരിലെത്തും. ഗരീബ് രഥ് എക്സ്പ്രസിലായിരിക്കും കുട്ടികളെ നാട്ടിലെത്തിക്കുക. താനൂരിലെ പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ കുട്ടികളുടേത് സാഹസിക യാത്രയാണെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തലെന്നും ഒപ്പം പോയ യുവാവിൻ്റേത് സഹായമെന്ന നിലയിലാണ് ഇപ്പോൾ കാണുന്നതെന്നും മലപ്പുറം SP പറഞ്ഞു. കുട്ടികളെ കണ്ടെത്താനായതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം മുംബൈ പോലീസിനും RPFനും മുംബൈയിലെ മലയാളി സമാജത്തിനും നന്ദി പറഞ്ഞു. ADGP MR അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ഫോണിലൂടെ വിമർശിച്ചതിന് സസ്പെൻഡ് ചെയ്ത SP സുജിത് ദാസിനെ തിരിച്ചെടുത്തു. സസ്പെൻഷൻ 6 മാസം പിന്നിട്ട സാഹചര്യത്തിലാണ് തിരിച്ചെടുക്കാൻ ചീഫ് സെക്രട്ടറി തല റിവ്യൂ കമ്മിറ്റി ശുപാർശ നൽകിയത്. വകുപ്പ് തല അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് സുജിത് ദാസിനെ തിരിച്ചെടുത്തത്. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെ സസ്പെൻഷൻ പിൻവലിച്ചുവെന്ന വാർത്തകൾക്ക് പിന്നാലെ CPMനെയും സർക്കാരിനെയും പരോക്ഷമായി പരിഹസിച്ച് മുൻ MLA PV അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. SP സുജിത് ദാസ് വിശുദ്ധൻ പരിശുദ്ധൻ, MR അജിത് കുമാർ പരിശുദ്ധൻ. തൃശൂർ പൂരം കലങ്ങിയിട്ടില്ല. കേരളത്തിൽ വന്യമൃഗാക്രമണം ഇന്നുവരെ നടന്നിട്ടില്ല. കേരളത്തിൽ ലഹരി ഉപയോഗവും വിപണനവും നടക്കുന്നേയില്ല എന്നാണ് അൻവറിൻ്റെ പരിഹാസം. എറണാകുളം കുന്നത്തുനാട്ടിൽ തെരുവുനായ്ക്കളെ കൂട്ടത്തോടെ പാർപ്പിച്ചിരുന്ന വീടിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ജനവാസ മേഖലയിൽ ഇത്രയധികം നായ്ക്കളെ പാർപ്പിക്കുന്നത് മൂലമുള്ള ദുർഗന്ധം സഹിക്കാൻ പറ്റില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. എന്നാൽ നായകളെ മാറ്റില്ലെന്ന വാശിയിലാണ് വീട് വാടകയ്ക്കെടുത്ത കോന്നി സ്വദേശി വീണ ജനാർദ്ദനുള്ളത്. എന്നാൽ ഉടമയ്ക്ക് നായ വളർത്തൽ കേന്ദ്രം തുടങ്ങാൻ ലൈസൻസ് ഇല്ലാത്തതിനാൽ നായകളെ ഒഴിപ്പിക്കുമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. കോട്ടയം ഏറ്റുമാനൂരിൽ മക്കളുമായി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മക്കൾ ഷൈനി ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിച്ചത് ക്രൂരപീഡനമായിരുന്നുവെന്ന് അച്ഛൻ കുര്യാക്കോസ് പ്രതികരിച്ചു. ഷൈനി നോബിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതല്ലെന്നും ഇറക്കി വിട്ടതാണെന്നും കുര്യാക്കോസ് പറഞ്ഞു. ഏറ്റുമാനൂരെ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഷൈനിയുടെ അച്ഛനെതിരെ ആരോപണവുമായി ഷൈനി മുൻപ് ജോലി ചെയ്ത സ്ഥാപനത്തിൻ്റെ ഉടമ. വീടിനടുത്തുള്ള കെയർ ഹോമിൽ 4 മാസം ജോലി ചെയ്ത ഷൈനി ജോലി നിർത്താൻ കാരണം അച്ഛൻ കുര്യാക്കോസ് ആണെന്ന് കെയർ ഹോം ഉടമ പറഞ്ഞു. കണ്ണൂർ നാറാത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ രാത്രി നടന്ന പരിശോധനയിൽ വൻ ലഹരിവേട്ട. നാറാത്ത് സ്വദേശി മുഹമ്മദ് ഷഹീർ, യൂസഫ്, കയറള സ്വദേശി മുഹമ്മദ് സിജാഹ എന്നിവരെ ലഹരിയുമായി എക്സൈസ് അറസ്റ്റ് ചെയ്തു. എക്സൈസിൻ്റെ സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ലഹരി കണ്ടെത്തിയത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.